ഹലോ അസ്സാം വലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമുക്കില്ലേ എഗ്ഗോ മൈദയോ ഷുഗറോ ഒന്നും ഇല്ലാണ്ട് ഒരു കേക്ക് സെറ്റാക്കി എടുത്താലോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടുപോയിക്കോളി. അപ്പോൾ ആദ്യം തന്നെ ഒരു കപ്പ് ഓട്സ് എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ എല്ലാ കോലാഹലങ്ങളും നിങ്ങൾ ചുറ്റും കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഓട്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3/4 കപ്പ് നോർമൽ ഓട്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 1/4 കപ്പ് റോൾഡ് ഓട്സും കൂടി ഇട്ടിട്ട് 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അതൊന്നിന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഓട്സിന് പകരം നമുക്ക് റാഗിയില്ലേ, മുത്താറിയില്ലേ, അതും എടുക്കാം കേട്ടോ. അതൊന്ന് പൊടിച്ചിട്ടെടുത്താൽ മതി. പിന്നെ അത് നല്ല പഴുത്തിട്ടുള്ള 3 നേന്ത്രപ്പഴം കൂടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ചെറിയ നേന്ത്രപ്പഴമാണ് കേട്ടോ, അതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് വലുപ്പമുള്ളതാണെങ്കിൽ 2 എടുത്താൽ മതി. ഇനി അത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡാക്കി എടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്നുകൂടി അടിച്ചെടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കാൻ നോക്കണേ. ഇനിയിപ്പോൾ ആ ഒരു ഓട്സ് പൊടിച്ചതില്ലേ, അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ 1/2 കപ്പ് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് ചിരണ്ടിയിട്ട് എടുക്കാം. ഞാൻ ആ ചിരണ്ടി എടുക്കാനുള്ള മടി കൊണ്ട് അത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും കാണുന്നില്ല ഇതുപോലെ ഒരു പേസ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായേ. ഞാൻ വിചാരിച്ചത് പൊടിഞ്ഞിട്ടായിരിക്കും കിട്ടില്ലെന്നാണ്. പക്ഷേ ഇത് എങ്ങനെ നോക്കിയിട്ടും സ്പൂണിൽ നിന്ന് ഇതിങ്ങനെ ഇത് വിട്ട് വരുന്നില്ല. സ്പൂണിൽ നിന്നല്ല, ആ മിക്സീൻ്റെ ജാറിൽ നിന്നേ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചത് ചിരണ്ടിയിട്ടിടുന്നതിനു പേരോ ഇതിപ്പോൾ അതിനേക്കാളും വലിയ പണിയാണ് കിട്ടിയിട്ടുണ്ടായേ. എങ്ങനെയല്ലോ കുറച്ച് നേരം മെനക്കെട്ട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഇതിലേക്കൊന്ന് ആക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായേ. അപ്പോൾ അത് ഫുള്ളായിട്ട് അതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായേ. അപ്പോൾ അത് ഫുള്ളായിട്ട് ആക്കി കൊടുത്ത് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കൊക്കോ പൗഡർ വേണം. അതൊരു 4 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിതിലേക്ക് കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ചോക്ലേറ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത്. നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കില്ലേ. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ, പിന്നെ 1/2 കപ്പിന് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ആ ഒരു ടൈമിൽ തന്നെ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു സ്പൂൺ എന്തെങ്കിലും എടുത്താൽ മതി, സ്പാച്ചിലോ അതുപോലെ എന്തെങ്കിലും എടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ഇതിൽ തരിതരിയായിട്ട് കാണുന്നത് നമ്മൾ പഴം അടിച്ചെടുത്തില്ലേ, അതാണ് കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടതില്ല, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഓപ്ഷനിലാണ്, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചോക്ലേറ്റ് അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. ഡാർക്ക് ചോക്ലേറ്റ് അല്ലെങ്കിൽ മിൽക്ക് അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും കയ്യിലുണ്ടായില്ല. അപ്പോൾ 2 കിറ്റ്കാറ്റ് എടുത്തിട്ടുണ്ട്. അതിവിടെയുള്ള നമ്മളെ മക്കൾസൊന്നും കാണാണ്ട് അടിച്ചുകൊണ്ട് ഒളിപ്പിച്ച് കൊണ്ടുവന്നിട്ടിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഇതിലേക്ക് പൊടിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിലേക്ക് ഒരെണ്ണേ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. മറ്റേത് ഞാൻ ലാസ്റ്റിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ബാറ്റർ പേപ്പർ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. എന്നെപ്പോലുള്ള മടിയന്മാരാണെങ്കിൽ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ആ ഒരു ചെറിയ നീറ്റ്നെസ് കുറവുണ്ടെന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പം ബട്ടർ പേപ്പറൊക്കെ നീറ്റായിട്ട് വെച്ച് കൊടുത്താൽ നമുക്ക് ആ ഒരു കറക്റ്റ് റൗണ്ട് ഷേപ്പിലേക്ക് കിട്ടാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കിറ്റ്കറ്റില്ലേ, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ വെറും ഓപ്ഷനിലാണ്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചോക്ലേറ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നെപ്പോലെ മടിയന്മാരാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഫുള്ളായിട്ട് അതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് നമ്മളിത് ബേക്കാനായിട്ട് വെക്കുന്നത്. പിന്നെ ഇത് ബേക്ക് ചെയ്യുന്നത് ഓവനിലൊന്നും അല്ല കേട്ടോ, നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിലും ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിത് ഇതുപോലൊരു ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ വലിയ പാത്രം എടുക്കാൻ ഈ ഒരു ചെറിയ ടിന്നല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്തിട്ടുണ്ടായേ. ഇനി അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കേക്ക് ഒന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കുക, ആ ഒരു ബാറ്റർ. ഇനി അതൊരു 3/4 മണിക്കൂർ ബേക്ക് ചെയ്തെടുത്താൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ കാണുന്നില്ലേ, ഞാൻ ബട്ടർ പേപ്പർ ഇങ്ങനെ വെച്ച് കൊടുത്തുകൊണ്ട് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ നീറ്റായിട്ട് വെക്കുകയാണെങ്കിൽ നീറ്റായിട്ടും കിട്ടും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണ്. മക്കൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം. ഇതിൽ അൺഹെൽത്തി ആയിട്ട് ഒന്നും തന്നെ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളെ കുട്ടികൾക്കില്ലേ ഷുഗറൊക്കെ കൊടുക്കുമ്പോൾ എന്തായാലും ഒരു വിഷമമുള്ള ആൾക്കാരാണല്ലേ നമ്മൾ. അൺഹെൽത്തി ആയിട്ടുള്ള കുറേ ഐറ്റംസൊക്കെ നമ്മളെ മക്കൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ ഒന്ന് ഞെട്ടിക്കാലോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക.